എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യലായിട്ട് ഒരു പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇത് ഞാൻ ചാമേരി വെച്ചാണ് ഈ പായസം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ചാമേരി വെച്ചിട്ട് പാൽപ്പായസം അതുപോലെ തന്നെ ശർക്കര പായസം തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ശർക്കര പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വിഷുവിന് എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ വിഷു സ്പെഷ്യലായിട്ടുള്ള പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചാമേരിയാണ്, ലിറ്റിൽ മില്ലറ്റ്. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ചെറുധാന്യങ്ങളിൽപ്പെട്ട ഒരു ധാന്യമാണ് ഈ ചാമേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്നിപ്പോൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ ചാമേരി, ഒരു ഗ്ലാസ് ചാമേരി വെച്ചിട്ടാണ് പായസം തയ്യാറാക്കുന്നത്. ചാമേരിയുടെ ഗുണങ്ങളെല്ലാം ഇതിൻ്റെ ബാക്കിൽ തന്നെ പറയുന്നുണ്ട്. വൈറ്റമിൻ ബിയും കാൽസ്യം, അയൺ, സിങ്ക്, പൊട്ടാസ്യം, എസെൻഷ്യൽ ഫാറ്റി ആസിഡ് പോലുള്ള ധാതുക്കളുടെ ഒരു മികച്ച സ്രോതസ്സാണ് ഈ ചാമേരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ചാമേരി വെച്ചിട്ടാണ് നമ്മളിന്ന് പായസം തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ചാമേരി അളന്നെടുത്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു ഗ്ലാസ് ചാമേരി വെച്ചിട്ടാണ് നമ്മൾ ഈ ചാമേരി പായസം തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് നന്നായി കഴുകിയ ശേഷം 1 മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. എന്നിട്ടാണ് പായസം തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് നന്നായി കഴുകിയെടുക്കാം. 1-2 പ്രാവശ്യം കഴുകിയ ശേഷമാണ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഒരു റവയുടെയൊക്കെ പോലെയാണ് ഈ ഒരു ചാമേരി ഇരിക്കുന്നത്. അതിനേക്കാളും ഒരു കുറച്ചും കൂടി കട്ടിയോട് കൂടിയിട്ടുള്ള ബോൾസ് പോലെയാണ് ഈ ചാമേരി. ഇതിൽ വെള്ളം തെളിയുന്നവരെയാണ് ഒന്ന് കഴുകിയെടുക്കേണ്ടത്. ഞാനിത് ചാമേരിയൊക്കെ 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇത് ഓവർനൈറ്റ് വേണമെങ്കിൽ സോക്ക് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമുക്കിത് 1 അവർ വരെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി വേണ്ടത് ശർക്കരയാണ്. നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 കിലോ ശർക്കര വെച്ചാണ് പായസം തയ്യാറാക്കുന്നത്. അങ്ങനത്തെ ശർക്കര മെൽറ്റ് ആവാനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ശർക്കര മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാലൊന്നും തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് 2 തേങ്ങയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം വലിയ ജാറിലാക്കിയ ശേഷമാണ് തേങ്ങാപ്പാലിനായിട്ട് അടിച്ചെടുക്കുന്നത്. അങ്ങനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ തേങ്ങയെല്ലാം കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി അടിച്ചെടുക്കാം. അങ്ങനത്തെ കംപ്ലീറ്റ് തേങ്ങയും തേങ്ങാപ്പീരയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വലിയ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് ആദ്യം കട്ടിപ്പാലൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ തേങ്ങാപ്പീരയെല്ലാം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ടിപ്പാലിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് തലപ്പാലാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. അങ്ങനെ ഞാനൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കട്ടിപ്പാലിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. അങ്ങനെ തലപ്പാൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് 2ാം പാലിന് വേണ്ടിയിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിൽ പായസം തയ്യാറാക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് പായസം തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് 1 അവർ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചാമേരിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 3 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. സോക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. മറ്റ് പായസങ്ങൾ വേവുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ചാമേരി. ഞാനിത് കംപ്ലീറ്റ് ചാമേരിത്തെ വെള്ളവും വറ്റി വന്നിട്ടുണ്ട്. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വെന്ത ശേഷമാണ് നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒന്ന് അരിച്ച് ചേർക്കാം. ശർക്കരപ്പാനി എപ്പോഴും അരിച്ച് ചേർക്കണം.
അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ പൊടിയൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ കംപ്ലീറ്റ് ശർക്കരപ്പാനി നമുക്കിതിലേക്ക് ചേർക്കാം. ഓരോരുത്തരും അവരവരുടെ മധുരത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. 1/2 കിലോ ശർക്കരയുടെ പാനിയാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനിയിൽ ഈ ചാമേരി ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഈ ശർക്കരപ്പാനി ഒന്ന് കുറുകി വരട്ടെ. അതിന് ശേഷം മതി നമുക്ക് രണ്ടാം പാൽ ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോഴേക്കും ആ മധുരമൊക്കെ നന്നായി ചാമേരിയിലേക്ക് പിടിക്കുന്നതാണ്. ഇപ്പോൾ കാണുമ്പോൾ കണ്ടില്ലേ, ചെറിയ മുത്തുമണി പോലെയാണ് ഇതിനകത്ത് കാണുന്നത്. അങ്ങനത്തെ ശർക്കരയൊക്കെ ഒരുവിധം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ശർക്കരയും ചാമേരിയും എല്ലാം നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഞാനിതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്ലോ ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഈ തേങ്ങാപ്പാലുമായിട്ട് നന്നായി ഒന്ന് യോജിച്ച് വരട്ടെ. ചെറുതായിട്ടൊന്ന് തിള തുടങ്ങുമ്പോഴാണ് നമുക്ക് 1-ാം പാൽ ഇതിലേക്ക് ചേർക്കേണ്ടത്, അഥവാ തലപ്പാൽ ചേർക്കേണ്ടത്. ഞാനിത് 2-ാം പാൽ ചേർത്ത ശേഷം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തലപ്പാൽ അഥവാ 1-ാം പാലാണ് ചേർക്കേണ്ടത്. 1-ാം പാൽ ചേർത്ത ശേഷം പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിത് 1.5 കപ്പ് 1-ാം പാലാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഈ പാല് ചേർക്കാൻ. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇരിക്കും തോറും കുറുകി വരുന്നൊരു പായസമാണ് ഈ ചാമേരി പായസം. അങ്ങനത്തെ തലപ്പാലും ചേർത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി എല്ലാവിടേക്കൊന്ന് യോജിപ്പിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഇരുന്നിട്ട് കട്ടി കൂടി വരികയാണെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർത്തിട്ട് കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കിയാൽ മതി. അങ്ങനത്തെ തലപ്പാൽ ചേർത്ത ശേഷം ഒന്ന് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ കുമിളകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വന്നാൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കപ്പൊടിയാണ്. ഞാനിവിടെ ഇപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അങ്ങനത്തെ തേങ്ങാക്കൊത്തൊക്കെ ഒരു ചുമന്ന നിറം വരുന്ന വരെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് ഒരുവിധം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്നട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കിസ്മിസ്. അങ്ങനെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നവരെ ഒന്ന് നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ പായസത്തിന് കിട്ടുന്നത്. അങ്ങനത്തെ കിസ്മിസ് എല്ലാം ബോൾ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. അതുപോലെ കാഷ്നട്ടും അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർക്കാം. അങ്ങനെ ഇത് അപ്പോഴേക്കും പായസമൊക്കെ ഒന്ന് ചെറുതായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിസ്മിസും കാഷ്നട്ടും നെയ്യോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർക്കാം. അങ്ങനത്തെ വിഷു സ്പെഷ്യൽ ചാമേരി പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വിഷുവിന് ഒരു വ്യത്യസ്തമായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഈ ചാമേരി പായസം തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.